അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നില്ലേ? നാടൻ തോക്ക്, മലപ്പുറം കത്തി, ഓലക്കേട മൂട്. അവസാനം പവനായി ശവമായി. കഥം ഖുദാഹി. നമ്മുടെ മുരാരി തന്ത്രിയുടെ കാര്യം പറഞ്ഞു വരുന്നത് ഭയങ്കര വൈറലായിട്ട് നിൽക്കുമല്ലേ പുള്ളിയുടെ വീഡിയോകളും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങളൊക്കെ. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് 24 ചാനലിൽ ഒരു ചർച്ച നടന്നിരുന്നു. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ശ്രീകണ്ഠ സാർ നയിക്കുന്ന ഒരു മെഗാ ചർച്ചയായിരുന്നത് തമ്മിൽ. ഞാൻ ഇദ്ദേഹത്തെ എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ യൂട്യൂബിൽ കുറേ ഹാസ്യരസപ്രധാനമായിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ ഉണ്ട്. അങ്ങനെ മാത്രമേ ഇദ്ദേഹത്തെ പരിചയമുള്ളായിരുന്നു. പക്ഷെ നേരിട്ട് കാണാനുള്ള ഒരു അപൂർവ ഭാഗ്യം എനിക്ക് കിട്ടി. വന്നപ്പോൾ തന്നെ ഭയങ്കര വിറ്റ ആളെ കാണാൻ കേട്ടോ. വെള്ളമൊക്കെ ധരിച്ച് തലയിൽ ആ ചെത്തിപ്പൂവൊക്കെ വാരിയിട്ട് 5-6 കുറിയൊക്കെ ഇട്ട് ഭയങ്കരമായിട്ടുള്ള ജ്യോതിഷിയായിട്ടാണ് അദ്ദേഹത്തെ ആൾക്കാർ വരവേറ്റത്. പറയുന്നതല്ല, പമ്പര വിട്ടിത്തം. ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും അവിടെ ചിരിയായിരുന്നു ആ ചർച്ചയിൽ. അദ്ദേഹം പറഞ്ഞ ചില പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഈ തുമ്പയിൽ റോക്കറ്റ് വരെ പറത്തണമെങ്കിൽ അയാളുടെ അയാളിൽ നിന്ന് സമയം എടുക്കണം, അദ്ദേഹം പറഞ്ഞിട്ട് പറത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പമ്പര വിട്ടിത്തമാണ് അദ്ദേഹം അടിച്ചിറക്കിയത്. ചർച്ചക്കിടയിൽ ഞാൻ നമ്മുടെ ജ്യോതിഷിയും തമ്മിൽ ഒന്ന് കൊമ്പ് ഓർത്തു. ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള ജ്യോതിഷികളാണ് പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞു. പുള്ളിയുടെ വിധം അങ്ങ് മാറിയില്ലയോ? മുടിയൊക്കെ ഇങ്ങ് പൊങ്ങി, കണ്ണൊക്കെ ചുമന്ന് തുറിച്ചു, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൊല്ലാതെ എന്നെ വിട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന്. എന്റെ ചാനലുണ്ട് മാസ്റ്റർ ബ്രെയിൻ 2.0. ഇതുപോലെ ഒരു കക്ഷി എന്റെ ചാനലിൽ വന്നിട്ട് പ്രവചനം നടത്തുകയാണ്. ഞാൻ പറയട്ടല്ലോ, ഇതുപോലെ മറുവശം പറയാം സാർ. ഞാൻ മറുവശം ഞാൻ പറയുക, അത് കേട്ട് സാർ നിങ്ങൾ പറയുമ്പോൾ വ്യക്തിമായിട്ട് വ്യക്തിയെ പറയൂ. ഒരു ചോദ്യം പറഞ്ഞു, താങ്കളല്ല പറഞ്ഞു. താങ്കളെ വ്യക്തിപരമായിട്ടല്ല പറയാം, ഇതുപോലെ ഇതുപോലെ എന്നല്ലേ? അല്ല സാർ, ഒരു മിനിറ്റ്. നിങ്ങൾ പറയുന്ന വാചകത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് വേണം. ഇതുപോലെ വരത്തില്ല. അത് വിട്ടു. ഇതുപോലെ ഇവിടുത്തെ റോക്കറ്റ് വിടാൻ നേരെ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് ശാസ്ത്രജ്ഞന്മാർക്ക്. ചോദിക്കണം, എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സാറേ, നിങ്ങളിപ്പോ പറഞ്ഞു ആയിരക്കണക്കിന് ആൾക്കാരുടെ തെളിവ് എന്റെ യൂട്യൂബിലുണ്ട്. പാവങ്ങളെ നിങ്ങൾ പറ്റിക്കുവാണ്. താങ്കളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പിന്നെ എന്റെ ചോദ്യമേ ഉള്ളൂ, താങ്കളുടെ ഭാഗത്ത് ശരിയുണ്ട്. ഞാൻ പറയട്ടെ, ഒരാളെയെങ്കിലും എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെയെങ്കിലും വസ്തുനിഷ്ഠമല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് മുരാരി കബളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ തെളിവ് നേരത്താം. എനിക്കൊരു ഇന്റർവ്യൂ തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും തരാൻ പറ്റുമോ? എന്ന് തരാൻ പറ്റും? തീർച്ചയായിട്ടും, ഏത് സമയത്തും. ഉറപ്പാണ്. ഏത് സമയത്തും ഞാൻ വിളിച്ചിരിക്കും. നിങ്ങൾ കേട്ടോ, ഇത് കാപട്യത്തിന്റെ ശാസ്ത്രമായി രണ്ടുപേർക്ക് അങ്ങോട്ടും കയ്യൊക്കെ കൊടുത്ത് സംഭവം ഉറപ്പിച്ചു. കാപട്യ ശാസ്ത്രമല്ല ജ്യോതിഷം, അത് ആദ്യം മനസ്സിലാക്കുക. മാഷെ ഒന്ന് പറഞ്ഞോട്ടെ. ഇതാണ് സംഭവം. അവസാനം ശ്രീകണ്ഠ സാറ് രണ്ടുപേരും കയ്യൊക്കെ കൊടുത്ത് ഇന്റർവ്യൂ ഒക്കെ തരാൻ പറഞ്ഞ് പോയ പോക്ക പാവപ്പെട്ട ജ്യോതിഷി. അവസാനം എന്ത് സംഭവിച്ചു അറിഞ്ഞല്ലോ? ഇപ്പോൾ ഉണ്ടതിന്റെ അകത്ത് കിടക്കുകയാണ്. നമ്മുടെ ഈ മുരാരി തന്ത്രിയുടെ ചരിത്രം നിങ്ങൾ അറിയണം കേട്ടോ. പുള്ളി ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറായിരുന്നു. രാജൻ ബാബു എന്നായിരുന്നു ആദ്യത്തെ പേര്. അങ്ങനെയൊക്കെ ഓട്ടോ ഓടിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയമാണ്. ഓട്ടോക്കാരുടെ അവസ്ഥ അറിയാമല്ലോ. വെയിൽ കൊള്ളണം, ആൾക്കാരെ കിട്ടാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കണം. ഒരു ദുരിതം പിടിച്ച പണിയാണ്. അറിയാലോ, കുടുംബം പോറ്റാൻ വേണ്ടിയാണ് പല ആൾക്കാരും ഓട്ടോറിക്ഷ മേഖലയിലോട്ട് തിരിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്ക് കുറച്ച് സുഹൃബന്ധമുണ്ട്. നല്ല വാചകം വേണ്ടിയാണ്, ആരും കുപ്പിയിലാക്കാനുള്ള ഒരു അസാമാന്യ വാക്ചാതുര്യം നമ്മുടെ കക്ഷിക്കുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ ഓരോരോ വിഡിത്തങ്ങൾ പറയുകയാണ്. നിനക്ക് നാളെ അടുത്ത ആഴ്ച നിനക്ക് ഇന്ന സാധിക്കും കേട്ടോ, നീ എന്നെ വന്ന് കാണണം. അങ്ങനെ കുറേ പേരോടൊക്കെ പറഞ്ഞപ്പോൾ 1-2 എണ്ണം കയറി ഏറ്റു. അപ്പൊ ആ സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം, മുരാരി പറയുന്നതൊക്കെ സംഭവിക്കുന്ന, മുരാരി അല്ല രാജൻ പറയുന്നതൊക്കെ സംഭവിക്കുന്നതിലൂടെ നീ മിടുക്കന കേട്ടോ. ഇത് ഈ രാജന്റെ മനസ്സിലേക്ക് വരികയാണ്. എന്തിനാണ് ഈ ഓട്ടോ പണി? അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റിയ പണിയാണ് വിശ്വാസം. അറിയാമല്ലോ, കുറച്ച് ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ താൻ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ഒരു ജ്യോതിഷിയായിട്ട് മാറുകയാണ്. ഒരു വമ്പൻ ജ്യോതിഷമായിട്ടാണ് പിന്നെ അയാളുടെ ഉയർച്ച കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന കാര്യങ്ങൾ പുള്ളി തിരഞ്ഞെടുക്കും. ഉദാഹരണത്തിന് കർണാടകയിൽ പോയി ആ വെള്ളത്തിൽ വീണ അർജുന്റെ കാര്യം, അർജുന്റെ വണ്ടി ഇവിടെ കിടക്കുക എന്നൊക്കെ ചുമ്മാ വിട്ടിത്തടിച്ച്, എനിക്കും പറയാൻ പറ്റും നിങ്ങൾക്കും പറയാൻ പറ്റിയ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി തിരഞ്ഞെടുത്തു. ദിലീപ് ജയിൽ മോചിതനാകുമോ ഇല്ലയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക ജനശ്രദ്ധ നേടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ 10ൽ ചിലപ്പോൾ 1-2 എണ്ണം കയറി അങ്ങ് ഏക്കും. അപ്പൊ കണ്ടോ, മുരാരി വീഡിയോ ആയിട്ട് വരികയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞു കേട്ടല്ലോ, അർജുന്റെ ബോഡി അല്ലെങ്കിൽ അർജുന്റെ വണ്ടി കിടക്കുന്ന സ്ഥലം ഞാൻ കൃത്യമായിട്ട് പ്രവചിച്ചെന്നൊക്കെ പറഞ്ഞ് പുള്ളി വാർത്തയിൽ അങ്ങ് താരമാവുകയാണ്. അറിയാലോ, നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പുറകെ ഓടുന്ന കാലഘട്ടമാണ്. അങ്ങനെ പുള്ളി റീൽസിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ റീൽസ് കണ്ട ചിരിച്ചൂപ്പാട് വരും കേട്ടോ. വായൊക്കെ പോകുന്ന പോക്ക് കണ്ട നമ്മൾ തന്നെ പെറ്റാതള്ള സഹിക്കത്തില്ല. അങ്ങനെ ഇയാളെ നന്നായിട്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടുതൽ ഉപയോഗിച്ച ഒരു ജ്യോതിഷിയാണ് നമ്മുടെ മുരാരി. നമ്മുടെ രേണുസുതിയെ പോലെയും അല്ലെങ്കിൽ നമ്മുടെ 6 പോലെയൊക്കെ
ഈ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഇങ്ങനെ കുറെ ഉണ്ട് ഈ നെഗറ്റീവ് വെച്ച് കാശാക്കുന്നത്. അതുപോലെ ഒരു മാജിക്കാണ് നമ്മുടെ ഈ തന്ത്രി പ്രയോഗിച്ചത്. കയറി അങ്ങ് ഏറ്റു. ഇയാൾ ലോക ശ്രദ്ധ നേടി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പുറകിൽ മാധ്യമങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോൾ നേരെ ഈ മുരാരി എടുത്ത് ചെല്ലും. മുരാരി ഈ സംഭവം എവിടെയാണ്, അല്ലെ അയാളെ കണ്ടുകെട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന സംഭവത്തിന് വലിയ പരിഹാരം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പുള്ളി വായി തോന്നി വിട്ടിട്ട് അടിക്കും. ചിലത് ഏക്കും, അത് ഞാൻ പറഞ്ഞാലും ഏക്കും, നിങ്ങൾ പറഞ്ഞാലും ഏക്കും. അങ്ങനെ ഇയാൾ ഹിറ്റായിട്ട് മാറുകയാണ്. അങ്ങനെ ഹിറ്റായിട്ട് മാറി ഒരു വലിയ ജ്യോതിശാലയം തുടങ്ങി. ആൾക്കാർ ഇരച്ച് കയറി പാവപ്പെട്ട വിശ്വാസികൾ അല്ലെങ്കിൽ പാവപ്പെട്ട ഭാവിയും ഭൂതമൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിർധനരായിട്ട് ആൾക്കാർ മുഴുവൻ ഈ തന്ത്രിയെ തേടി എത്തി. അങ്ങനെ ചിലത് കേൾക്കില്ല. ഏതോ ഒരു പയ്യൻ പറഞ്ഞല്ലോ, ചിലത് ശരിയാവും, ചിലത് ശരിയാവത്തില്ല. ആ രീതിയിലേക്ക് ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളൊക്കെ പോവുകയാണ്. അങ്ങനെ ഇയാൾ താരമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ 24 ചർച്ചയിൽ വരുന്നത്. അറിയാം, നിങ്ങൾ കണ്ടല്ലോ, 24 ചർച്ച കയറി അങ്ങ് വൈറലായി. ഇദ്ദേഹം കൂടുതൽ ജനശ്രദ്ധ നേടി. അങ്ങനെ വീണ്ടും താരമായിട്ടിരിക്കുമ്പോഴാണ് കണ്ടകശനി ഇയാളെ പിടികൂടുന്നത്. 4ാമത്തെ ദിവസം 8ന്റെ പണിയാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. സംഭവം എല്ലാം അറിയണമല്ലോ. ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു അമ്മ ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ആ കുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ. പ്രശ്നം ഇത്രയാണ്, കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധയില്ല, പഠിക്കുന്നതെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നു. അപ്പോൾ ഈ തന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം കിട്ടിയാലോ എന്ന് വിചാരിച്ച് ആ പാവപ്പെട്ട അമ്മ ഒരുപാട് ദൂരെ നിന്ന് ഈ തന്ത്രിയെ കാണാൻ വേണ്ടി ഈ ജ്യോതിശാലയത്തിൽ എത്തി. ഇപ്പൊ തന്ത്രി കൊച്ചിനെ അടിമുടി നോക്കി. പ്രശ്നമുണ്ട്. നല്ല ഉഗ്രം ബാധയാണ് കുട്ടിയുടെ അകത്ത് കിടക്കുന്നത്. ആ ബാധയാണ് കൊച്ചിന് ശ്രദ്ധയൊന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് ആക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് സമാധാനം കൊടുത്തു. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും കൊച്ചിന്റെ ദേഹത്തുള്ള ബാധ ഇറങ്ങും, കൊച്ചു നന്നായിട്ട് പഠിക്കണം, അത് മാത്രമേ അമ്മയുടെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ പൂജ നടത്തണം. ഈ പൂജയ്ക്ക് പക്ഷേ ഈ കുട്ടി മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ, അമ്മ വെളിയിലിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയും കൂട്ടിക്കൊണ്ട് ഈ തന്ത്രി അയാളുടെ സമയദോഷം നോക്കിക്കണം. ഓരോ എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറയുന്നതല്ലേ, ഇദ്ദേഹത്തിന് സമയം അടുത്ത് അത്രേ ഉള്ളൂ. അങ്ങനെ കുട്ടിയും കൂട്ടിക്കൊണ്ട് ആ മുറിയിലേക്ക് ചെല്ലുന്നു. മണിക്കൂറുകൾ നീണ്ട പൂജ. ഇവിടെ അമ്മ ഇങ്ങനെ അക്ഷമയോട് കാത്തിരിക്കുക. കൊച്ചു 1 മണിക്കൂറായി, 2 മണിക്കൂർ പുറത്തേക്ക് വരുന്നതേ ഇല്ല. അമ്മയില്ലയോ, ആദ്യം കയറുമല്ലോ, കുറെ കഴിഞ്ഞ് വാതിൽ മുട്ടുന്നു, അനക്കവും ഇല്ല. ബഹളം വെക്കുന്നു, അനക്കവും ഇല്ല. അങ്ങനെ വാതിൽ ചവിട്ടി തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്നറിയാമോ, കൊച്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുകയാണ്. എന്താ പറ്റുമോളെ, എന്താ കാര്യം, എന്താ? കൊച്ചിന് പറയാൻ പറ്റുന്നില്ല. അയാൾ അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. ഇത് കൈവിട്ട് പോയ ഒരു കളിയാണ് അയാൾ നടത്തിയിരിക്കുന്നത്. അതാണ് സംഭവിച്ചേക്കുന്നത്. അങ്ങനെ കൊച്ച് വള്ളി പുള്ളി വിടാതെ ആ മുറിയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, കൊച്ചിനെ പീഡിപ്പിക്കാൻ അയാളൊരു വമ്പൻ ശ്രമം നടത്തി. ആ ശ്രമമാണ് ഇപ്പോൾ പണി പാളിയിരിക്കുന്നത്. അങ്ങനെ ഈ അമ്മയുടെ കരച്ചിൽ കേട്ടു നാട്ടുകാർ ഓടിക്കൂടുന്നു. ഉടുവസ്ത്രത്തോടുകൂടി ആ തോട്ടത്തിലേക്ക് ഇറങ്ങി ഒരൊറ്റ ഓട്ടം വരെ നമ്മുടെ ഭാവി പറയുന്ന ജ്യോതിഷി. പക്ഷെ ആ ജ്യോതിഷി ഇവിടെ പാളിപ്പോയി. തന്നെ കാത്തിരിക്കുന്ന അപകടത്തെ പറ്റിയുള്ള സൂചന കൊടുക്കാനും സൂചന മനസ്സിലാക്കാനും ഈ ജ്യോതിഷിക്ക് പറ്റാതെ പോയി. ഇവിടെയാണ് ഏറ്റവും വലിയ പാളിച്ച നടക്കുന്നത്. നാട്ടുകാരുടെ മുഴുവൻ ഭാവി പറയുന്ന ആള് തന്റെ ഭാവി എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഈ ജ്യോതിഷിക്ക് പറ്റിയില്ല. അങ്ങനെ ഇയാൾ ഉടുവസ്ത്രത്തോടെ എവിടെയോ ഓടുന്നു. അങ്ങനെ പിറ്റേ ദിവസം മാധ്യമങ്ങളും പോലീസും എല്ലാം ഇയാളുടെ പിറകിലാണ്. അങ്ങനെ പാർട്ടിക്കാരും നാട്ടുകാരെ സംഘടിക്കുന്നു. ഇയാളുടെ ആ ജ്യോതിഷാലം അടിച്ചു പൊളിക്കുന്നു. ഇയാളെ 2ാമത്തെ ദിവസം ആ ഉടുവസ്ത്രത്തോടെ പൊക്കിയെടുത്തുകൊണ്ട് ജയിലിലേക്ക് കയറ്റുന്നതോടെ അയാളുടെ കാര്യത്തിൽ ശുഭപര്യവസാനം. ഞാനിവിടെ ഈ മുരാരിയെ മാത്രം കുറ്റം പറയുന്നില്ല കേട്ടോ. മുരാരി പഠിച്ച കള്ളനാ, ബുദ്ധിമാനായ ക്രിമിനൽ എന്നൊക്കെ പറയുമല്ലോ, അമ്മാതിരി സാധനമാണ് നമ്മുടെ മുരാരി തന്ത്രി. അതവിടെ നിൽക്കട്ടെ. ഇയാളുടെ പുറകിൽ അല്ല ഇയാളുടെ അടുത്ത് പോയി ഭാവിയും ഭൂതമൊക്കെ ചോദിച്ചറിയുന്ന ആൾക്കാർ എന്തോ വേണം പറയാൻ വേണ്ടി. ബാധയുണ്ട് പോലും. ഇവരൊക്കെ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ബാധ. നിങ്ങളുടെ ശരീരത്തിൽ ബാധയുണ്ട്, അതുകൊണ്ടാണ് ഇന്ന കാര്യം നടക്കാത്തത്, ഗൾഫിൽ പോകാൻ പറ്റാത്ത ഇതാണ് ബാധ. ഈ സാധനമാണ് ഇവർ പ്രയോഗിക്കുന്നത്. എന്തോന്ന് ബാധ? ഞാനാണെങ്കിൽ എണ്ണിയാളൊടുങ്ങാത്ത ഡെഡ് ബോഡി കണ്ട ഒരാളാണ്. ഞാൻ അത്രത്തോളം പ്രോഗ്രാം ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് വരെ ഒരു ബാധ എന്നെ കയറി പിടിച്ചിട്ടില്ല. ഇതൊക്കെ ഇവർ പറത്തി വിടുന്ന അല്ലെങ്കിൽ പേടിപ്പിച്ച് ഇറക്കുന്ന ചില സാധനമാണ്. അപ്പോൾ ആൾക്കാർ ഈ ബാധ മാറ്റാൻ വേണ്ടി ഇത്തരം ജ്യോതിഷരെടുത്ത് ചെല്ലും. ഇല്ലാത്ത പൈസ മുടക്കിയായിരിക്കും ചെല്ലുന്നത്. വലിയ പൂജ, വലിയ ചെലവ്, അവസാനം കടം മാത്രം മിച്ചം. മനസ്സമാധാനം എന്നേക്കുമായിട്ട് പോകും. ശുദ്ധ തട്ടിപ്പ് പറഞ്ഞാൽ നമ്പർ 1 തട്ടിപ്പ്. കുറെ ഉപജീവനത്തിന് വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു, പാവങ്ങളെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം, എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയുകയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെയൊക്കെ പുറകിൽ പോയാൽ നിങ്ങൾക്ക് സമാധാനം മാത്രമല്ല, ധനനഷ്ടം, മാനനഷ്ടം. ആ കണ്ടല്ല, ആ ചേച്ചിയുടെ ആ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടില്ലയോ? സമൂഹത്തെ അവരെ എങ്ങനെ അഭിമുഖീകരിക്കുന്നത് പോലും എനിക്കറിയത്തില്ല. അത്രത്തോളം ദുരന്തമാണ് ആ കുടുംബത്തെ തേടി വന്നത്. എന്തിനു വേണ്ടിയാണ്? ആ കൊച്ചിന്റെ ബാധ മാറ്റാൻ, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ഭാവി അറിയാൻ വേണ്ടി പോയ പോക്ക്. അവസാനം ഭാവിയും പോയി, ഭൂതവും പോയി, വർത്തമാനവും പോയി, സമാധാനവും പോയി. എന്തായാലും ഇത്തരത്തിലുള്ള ആൾദൈവങ്ങളിൽ ഒന്നും വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കപട ജ്യോതിഷന്മാർ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭാവി പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറിയ മറ്റേ എന്താ സാധനത്തിൽ പേര് കബഡിയൊക്കെ നിർത്തി ഇരിപ്പുണ്ട്. അമ്മാതിരി ചതിക്കുഴിയിലൊന്നും ആരും പോയി വീഴല്ലെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, മുരാരിയെ പോലെയുള്ള തന്ത്രികളെ ഒരു പാഠമാക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.